അഭിനയത്തിന് പുതുമാനങ്ങൾ നൽകിയ നടൻ മുരളി ഓർമ്മയായിട്ട് 3 വർഷം. അരങ്ങിൽ നിന്നും വെള്ളിത്തിരയ്ക്ക് ലഭിച്ച വരദാനമായിരുന്നു ഈ അതുല്യ പ്രതിഭ. നടൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, സാഹിത്യകാരൻ എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അഭിനയിച്ചു തീർത്ത മുരളി വിട പറഞ്ഞിട്ട് 3 വർഷം. കൊല്ലം ജില്ലയിലെ കുടവട്ടൂർ പി കൃഷ്ണപിള്ളയുടെയും കെ ദേവകി അമ്മയുടെയും മകനായി ജനിച്ച മുരളി നാടകരംഗത്തു നിന്നാണ് വെള്ളിത്തിരയിൽ എത്തിയത്. 80കളെ പ്രകോപനം കൊള്ളിച്ച ഘനഗാംഭീര ശബ്ദം നിലച്ചുവെങ്കിലും വില്ലനായും നായകനായും മലയാള മനസ്സിൽ നിറസാന്നിധ്യമായി മുരളി ഇന്നും നിലകൊള്ളുന്നു. നിലമ്പൂർ കോവിലകത്തിന്റെ തായ്വഴിയിലുള്ള പാലിശ്ശേരി കുടുംബത്തിലെ ഇപ്പോഴത്തെ ഈ കാരണവർക്ക് നീക്കിയിരിപ്പായി കിട്ടിയ 1 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ വല്ല കൃഷിയും ചെയ്ത് ബാക്കി കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നാലും എനിക്കൊരു മനസ്താവുമില്ല. യെസ്, ഐ പ്രോമിസ്. പക്ഷേ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഞാനൊരു പത്രസമ്മേളനം നടത്തും. ഇന്ന് പറയാതെ ബാക്കി വെച്ചാൽ അന്ന് പറയും. വിത്ത് ആംബിൾ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ടു സപ്പോർട്ട് വാട്ട് ഐ സേ. സംസ്ഥാന സംഗീത നാടക അക്കാദമി ചെയർമാനായി പ്രവർത്തിക്കവേ 1999 ഓഗസ്റ്റ് 6-ന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. 1992 ഗോപിയുടെ ഞാറ്റടിയിലൂടെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട മുരളി ജോർജ് ഗിത്തുവിന്റെ ആധാരത്തിലൂടെ നായകപട്ടം ചൂടി. പിന്നെ ലാൽസലാം, ചമ്പക്കുളം തച്ചൻ, വെങ്കലം, കാരുണ്യം, ധനം, ഇങ്ങനെ തുടങ്ങുന്നു അഭിനയ കളരിയിലെ മുരളിയുടെ യാത്ര. നല്ല സിനിമകളോടുള്ള മുരളിയുടെ പ്രതിബദ്ധത കഥാപാത്രങ്ങളിൽ കാണാമായിരുന്നു. നെയ്ത്തുകാരനിലൂടെ 2002 ദേശീയ അവാർഡ് നേടിയെടുത്ത മുരളിക്ക് ആധാരം, അമരം, താലോലം, കാണാക്കിനാവ്, നെയ്ത്തുകാരൻ, വീരാളിപ്പട്ട്, പ്രണയകാലം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. അർഹമായ വേഷങ്ങൾ ബാക്കിവെച്ചാണ് മുരളി ഓർമ്മയായത്. എങ്കിലും മലയാളി നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ആ ഓർമ്മകൾ മരിക്കാതെ എന്നും നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, ജീവൻ.